ഇത് ശരിക്കും പറഞ്ഞാൽ ജൂനിയർ മാൻഡ്രേക്കൻ്റെ അവസ്ഥയായി. നമുക്ക് കയ്യിൽ വന്നപ്പോഴത്തേക്ക് കാണാം നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഗുരുവായി മാറിയിരിക്കുക ഈ വണ്ടി. 250 രൂപ വെച്ച് ദിവസം മാറ്റി ഫിനാൻസ് അടയ്ക്കാൻ വേണ്ടി ഈ വണ്ടിക്ക് മാറ്റി വെക്കേണ്ട ഞാൻ ഇപ്പം വീണ്ടും വാടക വണ്ടിയിലോട്ട് വന്നിരിക്കുക വീണ്ടും. കാര്യം നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഈ വാടക കൊടുക്കുന്ന കൂടാതെ ഇനി 4 മാസത്തെ വാടക ഞാൻ ഇതിന് ഫിനാൻസ് അടയ്ക്കണം. ആലോചിച്ച് നോക്കുക എൻ്റെ അവസ്ഥ. വലിയ സ്വപ്നം കണ്ട് ഞാൻ വാങ്ങിയൊരു വാഹനമാണിത്, TVSൻ്റെ. ഈ വാഹനം വാങ്ങാൻ ഷോറൂമിൽ ചെന്നപ്പം അവർ പറഞ്ഞു വീടിൻ്റെ പറ്റിയിട്ട് വേണം, ചെക്ക് വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലമൊന്നുമില്ല, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു. എൻ്റെ അനിയൻ്റെ പ്രോപ്പർട്ടിയുടെ പറ്റിയിട്ടിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് ഈ വാഹനം ഞാൻ വാങ്ങിയത്. 40,000 രൂപ ഞാൻ ഒരാളിൽ നിന്ന് കടം വാങ്ങിയതാണ്. 6 മാസം കാലാവധിക്ക് തീർത്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് കുറേശ്ശെയായിട്ട് 6 മാസം കൊണ്ട് അടച്ചു തീർക്കാമെന്ന് പറഞ്ഞ് 40,000 രൂപ കടം വാങ്ങിയാണ് ഈ വാഹനം വാങ്ങിയത്. 40,000 രൂപ വാങ്ങി ഈ വാഹനം വാങ്ങിയിട്ട് ഡൗൺ പേയ്മെൻറ്റ് അടച്ച് അത് കഴിഞ്ഞിട്ട് വാഹനം ഷോറൂമിൽ വരുമ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു. ഷോറൂമിൽ ചെന്നപ്പോൾ വാഹനം അന്നേരം ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. ഈ വാഹനം കാണാനോ ഒന്നും നമ്മളെ വിളിച്ചിട്ടില്ല. നമ്മളെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് വണ്ടി വന്ന് വരാൻ പറഞ്ഞു. നമ്മൾ ചെന്നപ്പോൾ കാണാം വണ്ടി രജിസ്ട്രേഷൻ ചെയ്ത് അവിടെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ വണ്ടി തന്ന് സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പം സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇത്രയും ദിവസം കിടന്നില്ല, അപ്പോൾ കിടന്നതിൻ്റെ എന്തെങ്കിലും ഒരു ഡിലേ ശരിയായിരിക്കും. കാര്യം ഞാനും കുറേ കാലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് വണ്ടി ഓടിക്കുന്നത്, പെട്രോളും ഡീസലും എല്ലാ വണ്ടിയും ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും കിടന്നൊരു ഡിലേ ആവുന്നതായിരിക്കും, ബാറ്ററി അങ്ങനെ ഡിലേ ആയിട്ട് ഇതാവുന്നതായിരിക്കും എന്ന് വിചാരിച്ചത്. അന്നേരം ഒരു 2 മണിക്കൂറോളം അവരെടുത്ത് ഇത് നന്നാക്കാനായിട്ട് നോക്കി. 2 മണിക്കൂർ നോക്കിയിട്ട് നന്നാവുന്നില്ല വണ്ടി. എന്നിട്ട് പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് പിന്നെ വേറൊരു മെക്കാനിക്കൽ നോക്കിയിട്ട് അത്യാവശ്യം സ്റ്റാർട്ടായി തന്നു. എന്നിട്ട് നാളെ രാവിലെ കൊണ്ടുപോകാം, മെയിൻ മെക്കാനിക്കലില്ല, മെയിൻ മെക്കാനിക്കൽ വരുമ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ അവർ വിളിച്ചപ്പോൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും നോക്ക് സ്റ്റാർട്ടാവില്ലയോ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അടിച്ചടിച്ച് അങ്ങനെ സ്റ്റാർട്ടായി. അങ്ങനെ ഷോറൂമിൽ കൊണ്ടു ചെന്ന് മെക്കാനിക്കൽ വരുന്നു, ശരിയാക്കുന്നു, ഷോറൂമിൽ കൊണ്ട് ചെല്ലാൻ പറയുന്നു, കൊണ്ട് ചെല്ലുന്നു, നന്നാക്കി കിട്ടുന്നു. പിന്നെയും വീണ്ടും ഗതി ഇത് തന്നെ. അങ്ങനെ വീണ്ടും ഈ പ്ലഗ് മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി വലിക്കുന്നില്ല. വലിക്കാതെ വന്നപ്പോഴത്തേക്ക് ഷോറൂമിൽ ചെന്ന് ഞാൻ പറഞ്ഞു വണ്ടി വലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇളക്കി നോക്കിയിട്ട് പറഞ്ഞു അത് അതിൻ്റെ ക്ലച്ച് പോയിരുന്നു. ഞാൻ ചോദിച്ചു ഇത്രയും പുതിയ വണ്ടിക്ക് ക്ലച്ച് എങ്ങനെ പോകും? നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ വണ്ടി ഓടിക്കുന്നത്, നമ്മൾ വണ്ടി നിത്യം ഓടിക്കുന്നത് നമുക്കറിയാം. ഇതെങ്ങനെ ക്ലച്ച് പോയി? അത് അങ്ങനെ പറയാൻ പറ്റില്ല ചേട്ടാ, 100 വണ്ടിക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാം. ഞാൻ പറഞ്ഞു ശരി ഓക്കെ, സമ്മതിച്ചു, 100 വണ്ടിക്ക് അങ്ങനെ സംഭവിക്കാം, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അത് ചേട്ടാ അത് ഗ്യാരണ്ടിയിൽ നമ്മൾ മാറത്തരാം എന്നും പറഞ്ഞിട്ട് പുതിയ ക്ലച്ച് വെച്ച് തന്നു. പുതിയ ക്ലച്ച് വെച്ചപ്പോഴത്തേക്കും അത് ക്ലച്ചിൻ്റെ റിലീസിങ് പിൻ എന്നും പറഞ്ഞൊരു പിന്നുണ്ട്. ഈ റിലീസിങ് പിന്ന് കിട്ടാനില്ല. കാര്യം ഈ കമ്പനി വണ്ടി ഇറക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ സ്പെയറായിട്ട് ആ സാധനം ഇറക്കിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ റിലീസിങ് പിന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി. റിലീസിങ് പിന്നിന് പകരം ആക്രിക്കടയല്ല ഏതോ ഒരു ഷോറൂമിൽ എവിടെ പോയി ഇവർ വണ്ടി എടുത്തുകൊണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ പഴയ സാധനമാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ ഗിയർ താനെ റിട്ടേൺ പോകും. അപ്പോൾ ഇരിക്കുന്ന പാസഞ്ചർ തന്നെ പേടിച്ചു പോയി, ഞാൻ തന്നെ പേടിച്ചു പോയി. കാര്യം ഗിയർ അടിച്ച് പല്ലടിച്ചങ്ങ് തെറിച്ചങ്ങ് വീഴുന്ന കണക്കുള്ള ശബ്ദം വണ്ടി. കാര്യം എന്ന് പറഞ്ഞാൽ റിലീസിങ് പിന്നിൻ്റെ കംപ്ലൈൻ്റ് ആണത്. അതിൻ്റെ ശരിക്കുള്ള റിലീസിങ് പിന്നല്ലേ ഇട്ടത്. ഓക്കെ, അതും നമ്മൾ പോട്ടെന്ന് വിചാരിച്ച്, എന്തായാലും നമ്മുടെ ജീവിതമാർഗ്ഗമാണിത്, അതുകൊണ്ടത് പോട്ടെന്ന് വിചാരിച്ച്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ കാണാം പിന്നെ ഈ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ അവരെ വിളിച്ചപ്പോൾ പറഞ്ഞ് അത് മെയിൻ മെക്കാനിക്കൽ തിരുവനന്തപുരത്ത് ഷോറൂമിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ വിളിക്കാമെന്ന് പറയും. ഞാൻ പറഞ്ഞു അതുവരെ ഞാൻ വണ്ടി ഓടണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അല്ല ചേട്ടാ വിളിക്കുമ്പോൾ വന്നാൽ മതി, ഞങ്ങൾ വിളിക്കാമെന്ന് പറയും. ഒരു ദിവസം ഇതിൻ്റെ മെക്കാനിക്കൽ വന്നെന്നും പറഞ്ഞ് അവർ വിളിച്ച് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി ഷോറൂമിൽ കൊണ്ടു ചെന്നപ്പം അയാൾ പറഞ്ഞു ഇതിൻ്റെ സിലിണ്ടർ കിറ്റ് ഇളക്കണം, അത് നോക്കണമെന്ന് പറഞ്ഞു, എന്താ കംപ്ലൈൻ്റ് എന്ന്. ഞാൻ പറഞ്ഞു ഇളക്കാൻ പറഞ്ഞു. അങ്ങനെ ഇളക്കി നോക്കിയപ്പോഴത്തേക്കാണ് അതിനകത്ത് ഫുള്ള് വെള്ളം കയറി കിടക്കുന്നത്, കൂളൻറ്റിലെ വെള്ളം. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ എന്തുകൊണ്ട് വന്നു ചോദിച്ചു. അത് ചിലപ്പോൾ എന്തെങ്കിലും സാധനം ലീക്കായിട്ട് അങ്ങനെ വരുന്നതായിരിക്കും. ഞാൻ ചോദിച്ചു അപ്പോൾ ഇതുകൊണ്ട് അത് കാര്യം ഈ വണ്ടിക്ക് സ്റ്റാർട്ടറില്ല, പകരം ഈ ഗ്യാസിൻ്റെ സ്പാർക്കിങ് മൂലം സ്റ്റാർട്ടാവുന്ന ഒരു വണ്ടിയായിരിക്കും CNG. അപ്പോൾ ഈ വെള്ളം കിടന്നാൽ സ്റ്റാർട്ടാവത്തില്ല. അപ്പോൾ അതാണ് കംപ്ലൈൻ്റ് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ആ വെള്ളം എല്ലാം എടുത്ത് കളഞ്ഞ് എന്നാൽ അവർ പുതിയ സാധനം വെച്ചോ അതുമില്ല, അത് ക്ലീൻ ചെയ്ത് തന്നെ ഇട്ട്
ഗ്യാരണ്ടിയിൽ മാറി തരാമെന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഇട്ട് സെറ്റ് ചെയ്ത് തന്നു. ഈ വണ്ടി ഓടിച്ച് വീണ്ടും കംപ്ലൈൻറ്റ് തന്നെ. എവിടെയെങ്കിലും ഓട്ടം പോകുമ്പോൾ അവിടെ അങ്ങ് നിൽക്കും, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൽക്കും. അങ്ങനെ അത് കഴിഞ്ഞിങ്ങനെ ഞാൻ കല്ലമ്പലത്തോട്ട് ഓട്ടം പോയിക്കൊണ്ടിരുന്നപ്പോൾ വണ്ടിയുടെ ഗ്യാസ് ലീക്കാവാൻ തുടങ്ങി. ഗ്യാസ് ലീക്കായി. അപ്പം തന്നെ ഞാൻ ഈ ശബ്ദം കേട്ടു, ഇങ്ങനെ എന്തോ ഇത് ഷൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കാണാം ഗ്യാസ് ലീക്കായി പോവുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനകത്തെല്ലാം മഞ്ഞ് കണക്ക് കയറി പിടിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെ വിരൽ വെച്ച് നോക്കിയാൽ നല്ല തണുപ്പുണ്ട്. അപ്പം ഞാൻ പാസഞ്ചറിനെ പറയാനായിട്ട് പറഞ്ഞു, നിങ്ങൾ വേറൊരു വണ്ടി വിളിച്ച് തൽക്കാലം പൊക്കോ, ഇത് വണ്ടി കേടാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്നെ നമ്മൾ യാത്രക്കാരനെ കൊണ്ട് പോയാൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടി. അവരെ പിന്നെ വേറൊരു വണ്ടി സെറ്റ് ചെയ്ത് അവരെ കയറ്റി വിടേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി അവിടെ കിടന്ന് 2 ദിവസം കിടന്ന്. ഞാൻ ആ ഷോറൂമിൽ വിളിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ ഒരു വണ്ടി കെട്ടി വലിച്ചോണ്ടെങ്കിൽ വരാം. ഞാൻ പറഞ്ഞു, കെട്ടി വലിച്ചോണ്ട് വരാനാണ്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഞാൻ കെട്ടി കൂടെ വലിച്ചോണ്ട് വരാം. 15 ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ടി പിന്നെ തിരിച്ചു വന്നത്. എന്നിട്ട് പറഞ്ഞ് കംപ്ലൈൻറ്റ് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ CNG അടിച്ചാൽ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, പെട്രോൾ ഒഴിച്ചാലോ? പെട്രോൾ ഒഴിച്ചാൽ കുഴപ്പമില്ല, പെട്രോൾ സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, നമുക്ക്. അപ്പോൾ ഇവർ പറഞ്ഞ് ഇത് അത്യാവശ്യം അടുത്തടുത്ത് വരെ പോകാനുള്ള CNG ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത പമ്പിൽ അവിടെ നീണ്ടകര പോയിട്ട് അവിടെ പോയി CNG അടിച്ച് ഓടി വന്ന് രാത്രിയായപ്പം വീട്ടിൽ കൊണ്ടിട്ട് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് CNG ഫുള്ളി ലീക്കായി പോയി. വീണ്ടും അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ അവർ നോക്കാനും വന്നിട്ടില്ല, ഈ നിമിഷം വരെയും വന്നിട്ടില്ല. അതിനുശേഷം ഈ വണ്ടി ഓടാൻ പറ്റാതായി. അങ്ങനെ ഫിനാൻസുകാർ എന്നെ വിളിച്ച്, ഫിനാൻസുകാർ എന്നെ ഒന്ന് ബുദ്ധിമുട്ട് തുടങ്ങി. ഫിനാൻസ് അടയ്ക്കുമ്പോഴേ 4 മാസം കൊണ്ട് ഫിനാൻസ് അടയ്ക്കുന്നില്ല. ഇപ്പോൾ ഈ 4 മാസം ഫിനാൻസ് ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഡ്യൂ ഒരുപാടായി, ഇനി നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ. നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വണ്ടി ഞാനങ്ങനെ ഉപഭോക്തൃ കോടതി കൊണ്ട് കേസ് കൊടുത്തു. കാര്യം വേറെ നമുക്ക് നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തർ പറഞ്ഞു, ഞാൻ ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുക്കുക, വണ്ടി എന്താണെന്ന് വെച്ചാൽ അതിനൊരു തീരുമാനമാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഉപഭോക്തൃ കോടതിയുടെ തീരുമാനം എന്തെന്നും പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുകയാണ്. കാര്യം ഈ ഒരു വാഹനം എടുത്തതിൻ്റെ നമുക്ക് വന്ന ഓരോരോ നഷ്ടങ്ങളാണ്. വേണ്ട, ഈ വാഹനം വാങ്ങിയത് കൊണ്ട് നമ്മുടെ കമ്പനി നമുക്ക് അയച്ചു തന്ന ഒരു പ്രോത്സാഹന സമ്മാനം ഇത്. ചെന്നൈ ചെല്ലാൻ വാഹനം വാങ്ങിയത് കാരണം. അതുകൊണ്ട് ഈ ചെന്നൈയിൽ ഞാൻ ചെന്ന് മുജീബുർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റാണ്, ആ പുള്ളിയെ ചെന്ന് കാണാനാണ് എഴുതിയിരിക്കുന്നത് ഈ വാഹനം വാങ്ങിയതിൻ്റെ പേരിൽ. അപ്പോൾ ഇനി ഈ വാഹനം വാങ്ങുന്നവർ എങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കണം. ചെന്നൈയിലൊക്കെ പോകാൻ തയ്യാറായിട്ട് വേണം ഈ വാഹനം വാങ്ങാൻ പോകാൻ.